എന്താ ഒരു MLA ഇല്ലേ? ഇവിടെ ഈ പറയുന്ന CPM-നും CPI-ക്കും BJP-ക്കും എല്ലാം ശക്തമായ യുവജന സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഒന്നും വെച്ചിട്ട് എന്തുകൊണ്ട് അവരെ സമരം ചെയ്യുന്നില്ല? ചാത്തന്നൂർ തിരുമുക്കിലെ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത പൊളിച്ചു പണിയുക എന്ന ആവശ്യം ഉന്നയിച്ച് കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് യൂത്ത് കോൺഗ്രസ്. ഇതിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിവിടെ നടന്നിരിക്കുന്നത് എന്ന് ഞങ്ങൾ വളരെയധികം ശക്തമായി സ്ഥാപിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ അടിപ്പാത പൊളിച്ച് പുതിയത് പണിയുന്നതിന് വേണ്ടി ഹർജി സമർപ്പിക്കുകയുണ്ടായി. അത് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ ഈ വരും ദിവസങ്ങളിൽ ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നാഷണൽ ഹൈവേ 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ചാത്തന്നൂർ തിരുമുക്കിൽ നിർമ്മിച്ച അടിപ്പാത തീർത്തും അശാസ്ത്രീയമാണ്. ജനോപകാരപ്രദമല്ല. വെറും 7 മീറ്റർ മാത്രം വീതിയുള്ള ഈ അടിപ്പാതയിൽ ദിനം പ്രതിയും 100-ലധികം റൂട്ട് ബസ്സുകളും 10,000-ലധികം ചെറിയ വാഹനങ്ങളും സഞ്ചരിക്കേണ്ടതാണ്. ഇവിടുത്തെ ഈ ഒരു അടിപ്പാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറേയധികം ആക്ഷേപങ്ങൾ പറയാനും ആക്ഷേപങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്രവും കേരളവും ഭരിക്കുന്ന ഭരണ സർക്കാരുകൾക്കെതിരെയാണ്. ഇന്നിവിടെ എനിക്ക് തോന്നുന്നു പരവൂർ കൂട്ടായ്മയും അതുപോലെ തന്നെ ചാത്തന്നൂർ വികസന സമിതിയും എല്ലാം ശക്തമായ സമരങ്ങൾ നടത്തി. ഈ ശക്തമായ സമരങ്ങൾ നടത്തിയപ്പോൾ ഞാൻ വളരെയധികം വ്യക്തമായി ചോദിക്കുകയാണ്, ഇന്ന് ഈ പറഞ്ഞ അടിപ്പാത ഇത് പണി നിർത്തണമെങ്കിൽ ഇത് പണി മാറ്റി നമുക്ക് വേറൊരു രീതിയിൽ നടത്തണമെങ്കിൽ BJP-യുടെ കാര്യം പറയാം. കഴിഞ്ഞ വർഷം അവർ A ക്ലാസ് മണ്ഡലമായിട്ട് കണ്ടിരുന്ന ഒരു പ്രധാന മണ്ഡലമാണ് ചാത്തന്നൂർ. കാരണം ഇവിടെ ചാത്തന്നൂരായിരുന്നു അവരെ എനിക്ക് തോന്നുന്നു MLA വരും എന്നുള്ള സ്ഥിതി വരെ അവര് പൊതുവെ കൊണ്ടുവന്ന് വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഈ ചാത്തന്നൂരിന്റെ ഹൃദയഭാഗത്ത് ടൗണിന്റെ ഭാഗത്ത് നിന്ന് തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്. ഏകദേശം ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പകുതിയോളം ജനസംഖ്യയെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ടിൽ എന്തുകൊണ്ട് BJP ഇവിടുത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഇടപെട്ട് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, കാരണം അവരുടെ സംവിധാനമാണ് ഈ രാജ്യം ഭരിക്കുന്നത്, എന്നിട്ട് പോലും അവരിതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഇത് ഇരട്ടത്താപ്പ് തന്നെയല്ലേ? കൊല്ലം ജില്ലയെ തിരുവനന്തപുരം ജില്ലയുടെ ഇടവ, വർക്കല മുതലായ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാത തുടങ്ങുന്നത് തിരുമുക്കിൽ നിന്നാണ്. പിന്നീട് അതുപോലെ തന്നെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറിയായ ഇവിടുത്തെ കേരള സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ സ്വന്തം മണ്ഡലത്തില് അവിടെ കല്യാശ്ശേരിയിൽ ഒരു ഇതേപോലെ റോഡ് പണിയിൽ ഒരു അടിപ്പാത പണിയുകയുണ്ടായി. 2 പ്രാവശ്യമാണ് പൊളിച്ചത്. 2 പ്രാവശ്യം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ നടന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? ഇവിടെ എന്താ ഒരു MLA ഇല്ലേ? ഇവിടെ ഈ പറയുന്ന CPM-നും CPI-ക്കും BJP-ക്കും എല്ലാം ശക്തമായ യുവജന സംഘടനകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഒന്നും വെച്ചിട്ട് എന്തുകൊണ്ട് അവരെ സമരം ചെയ്യുന്നില്ല? തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശിവഗിരി, ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കല, പരവൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള ഒരു പ്രധാന പാത ഈ അടിപ്പാതയിൽ കൂടിയാണ് തുടങ്ങുന്നത്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന പഞ്ചായത്തുകളായ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത്, ചിറക്കര ഗ്രാമപഞ്ചായത്ത്, പരവൂർ നഗരസഭ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തിന് സാരമായി ബാധിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ അടിപ്പാത. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ പകുതിയോളം ജനങ്ങളെ ഈ അടിപ്പാത ബാധിക്കും. ഈ അടിപ്പാത പൊളിച്ചു മാറ്റി പുതിയത് പണിയേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് ചാത്തന്നൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിഷ്ണു ശ്യാം ഹർജി കക്ഷിയായി കേരള ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ, നാഷണൽ ഹൈവേ കൊല്ലം പ്രൊജക്ട് കോർഡിനേറ്റർ, കൊല്ലം ജില്ലാ കളക്ടർ എന്നിവരാണ് എതിർകക്ഷികൾ. നീതിപീഠത്തിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിഷ്ണു ശ്യാം എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. ആദ്യം മുതൽ തന്നെ എനിക്ക് തോന്നുന്നു രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്കും എല്ലാം ഈ ചാത്തന്നൂർ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി. ആ നിവേദനങ്ങൾ കൃത്യമായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിയമപ്രകാരമുള്ള സമരമുറയാണ്. നിയമപ്രകാരം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരും ദിവസങ്ങളിൽ ശക്തമായ തീരുമാനം എടുക്കുമെന്ന് 100% വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം, ഈ ചിറക്കര, പരവൂര്, അതുപോലെ തന്നെ ചാത്തന്നൂർ ടൗൺ മേഖല, ഈ മേഖലയിലുള്ള ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ ഇത്രയും ജനങ്ങളെ ഒഴിവാക്കി ഒരു തീരുമാനം എടുക്കുന്നില്ല. യൂത്ത് കോൺഗ്രസ് ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ റിട്ട് സമർപ്പിച്ചത്. ഈ റിട്ടിൽ എന്തായാലും നല്ല തീരുമാനം വരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്നതാ ഇവിടെ ഈ പണി ഇവർ ഇത്രയും ദിവസം നിർത്തിവെച്ചിന്ന് ബാക്കി തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് ഇത് പൊളിക്കാതെ എന്തെങ്കിലും നടപടിക്ക് ഇറങ്ങിയാൽ ഇത് പൊളിക്കുന്നവരെ എന്ത് സമരമുറയും യൂത്ത് കോൺഗ്രസ് ഉറപ്പായിട്ടും ചെയ്യും. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.